കട്ടിങ് നടക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു പ്രോഡക്റ്റ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും തന്നെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ്. അടുക്കളയിലേക്ക് പല സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കുറേ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ നേരെ പാർസൽ നമ്മളൊന്ന് പൊടിച്ചു നോക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ പ്രോഡക്റ്റ് ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തമ്പനയിലേക്ക് കണ്ടിട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും, പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്താണ് ഈ പ്രോഡക്റ്റ് പൊട്ടിച്ച് തന്നെ നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ സാധനം. ഇത് ഇങ്ങനെ ഒരു ഡിവൈസാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിലിങ്ങനെ 2 സ്വിച്ച് ഉണ്ട്, ഒരു C പോർട്ട് ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഒരു USB-ൻ്റെ ഒരു ചെറിയ കേബിൾ വന്നിട്ടുണ്ട് ഇത് ചാർജ് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഈ പാർസലിന് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്കിത് നേരിട്ട് ചാർജറിൻ്റെ അഡാപ്റ്ററിലേക്ക് കുത്തിയിട്ട് ഇതാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പല മസാലകളും സാധനങ്ങളും ബേക്കറികളും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു പാക്കറ്റ് മുഴുവനായിട്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞാലൊന്നും നമ്മൾ അതങ്ങനെ ഉപയോഗിച്ച് തീരൂല. ആ സമയത്ത് നമ്മൾ ഇതേപോലെ പൊട്ടിച്ച് വെക്കാറ് പതിവ്. ചില സാധനങ്ങൾക്ക് നമുക്ക് ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണിത്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ മീറ്റ് മസാലേൻ്റെ ഒരു കവറാണ്. നമുക്കിത് ഇവർ പറയുന്ന പോലെ ഇങ്ങനെ ഇത് സെറ്റാവുന്നുള്ള നോക്കാം. ഇതിൽ ഈ സ്വിച്ച് നമുക്ക് നെക്കി കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതേപോലെ നമുക്ക് അടച്ചു വെക്കുകയും ചെയ്യാം. അതായത് ഇത് സീൽ ചെയ്ത് വെക്കാം. നമുക്ക് കട്ടിങ് നടക്കുമെന്ന് ആദ്യം നമ്മുടെ കട്ടിങ് നടക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ആട്ടയുടെ കവറിലൊന്ന് സീൽ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഈ സീലറിനെ അപേക്ഷിച്ച് പ്രൊഫഷണൽ ഒരു സീലിംഗ് മെഷീനുമായിട്ട് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതിനനുസരിച്ച് വിലയും കുറവാണ്, അതിൻ്റെ വലിപ്പവും കുറവാണ്, ഫങ്ഷനൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് നല്ലപോലെ ഒട്ടി വന്നിട്ടുണ്ട്. ഈ കവറൊക്കെ ഉരുകി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് താരതമ്യേന ആട്ടേൻ്റെ കവറിന് ഒരു കട്ടി കുറവുള്ളതാണ്. ഇതിന്ന് പൊടിയൊന്നും നമുക്ക് താഴേക്ക് പോകുന്നില്ല, നല്ല രീതിയിൽ തന്നെ അത് സീലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേറൊരു കവറിൽ പരീക്ഷിക്കാം. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധാരണ നമുക്ക് ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ പാക്ക് ചെയ്ത് കിട്ടുന്ന പാക്കിംഗ് ആണ്. ഈ കവറിന് പൊതുവേ കട്ടി കുറവായതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രശ്നം കാണുന്നത് പല ഭാഗത്തും ഇത് സീലർ വെക്കുമ്പോൾ തന്നെ അത് ഉരുകി കട്ടായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കടല, പരിപ്പ് അതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ പലവട്ടത്തായി പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായി താരതമ്യേന കട്ടി കൂടിയതായ മസാല കവർ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മസാല കവറിൽ ഇത് സീൽ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതിന് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഒരു തവണ അത് പ്രസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആവണമെന്നില്ല. കറക്റ്റായി എനിക്ക് കിട്ടിയിട്ടില്ല. അത് രണ്ട് മൂന്ന് തവണ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പൊടിയൊന്നും പുറത്തു പോകുന്നില്ല. ഇനി നമുക്ക് ഈ കവറിൻ്റെ തന്നെ മറുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പുതിയതായിട്ട് നമുക്കൊന്ന് ഇത് സീൽ ചെയ്ത് നോക്കാം. ഇത് നല്ല രീതിയിൽ കട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സീൽ ചെയ്ത് നോക്കാം. നേരത്തെ പോലെ തന്നെ 1-2 പ്രാവശ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ വലിയൊരു പ്രതീക്ഷയോടൊന്നും കൂടിയിട്ട് ആ പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കധികം ഉപകാരപ്പെടണമെന്നില്ല. വലിയൊരു സീലിംഗ് മെഷീനായിട്ടൊന്നും നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീലിംഗ് മെഷീനാണിത്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങൾക്ക് ഇത് നേരത്തെ മേടിച്ചിട്ട് അനുഭവം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് മേടിച്ചിട്ടുള്ള അനുഭവങ്ങളോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. അതേപോലെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ള കുടുംബക്കാരിലേക്കും പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത അടിപൊളി വിഷയമായിട്ട് വരാം.
ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.